ഹായ്, വിനായക് ആൻഡ് ദിസ് ഇസ് UPSC Vault. ആൻഡ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട്, ഞാൻ കമൻറ്റ് നോക്കിയപ്പോഴേ കണ്ടു ദാറ്റ് സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ റിയലി ഗുഡ്. ആൻഡ് അവർക്ക് പേഴ്സണലി കൊടുക്കുന്നതിനേക്കാളും ഐ ഫെൽറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഈ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും. സോ അതൊരു വീഡിയോ സീരീസ് പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് കമൻസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു 4-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു വീഡിയോയിൽ ഉണ്ടാവും, പക്ഷേ ഐ വിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് ഇയാൾ ചോദിക്കുകയാണ് ഏത് ഓപ്ഷനിലാണ് എടുക്കേണ്ടത്. ഐ ഫീൽ ലൈക്ക് ഫോർച്യൂണിൽ എല്ലാ നമ്മുടെ ഫാക്കൽറ്റീസും ഓപ്ഷണലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പീപ്പിൾ യു ക്യാൻ ആക്ച്വലി ഓപ്റ്റ്. ഇപ്പം നമ്മുടെ സോഷ്യോളജി സാറാണെങ്കിൽ ഐ തിങ്ക് പുള്ളി UPSCക്ക് സോഷ്യോളജിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടി വരെ പോയിട്ടുണ്ട് അറ്റ് വൺ പോയിന്റ്. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ്. സോ യു ക്യാൻ ചൂസ് എനി ഓപ്ഷണൽ. ഇവിടെ നമ്മൾ ഫാക്കൽറ്റീസിനെയോ അല്ലെങ്കിൽ ഫോർച്യൂണിനെ നോക്കിയിട്ടല്ല ഓപ്ഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ PYQs എടുത്ത് നോക്കുക. PYQ എടുത്തിട്ട് എനിക്ക് ഏതാണോ കറക്റ്റായിട്ട് തോന്നുന്നത്, എനിക്ക് ഇത് പറ്റിയതാണോ, എനിക്ക് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇവരെന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ഓൺലി പ്രൊവൈഡ് യു ദ ബെസ്റ്റ് ക്ലാസ്സസ്. ഡു നോട്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ എൻ്റെ ബിസിനസ് വീഡിയോ ഇട്ടതുകൊണ്ട് വന്നതാണ്, പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി ആൻസർ. ഇത് നമുക്ക് എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നമുക്ക് GST വേണം. GST ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആൻഡ് GST കിട്ടാൻ മേ ബി ഒരു 2 or 3 വീക്സ് മാക്സിമം എടുക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം നോക്കുക, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് പ്രൊഡക്റ്റ് പോയിട്ടില്ലെങ്കിൽ നല്ല വിഷമമാകും. കാരണം എനിക്ക് അതായതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊളിറ്റി വായിക്കുന്നതിനൊരു രീതിയുണ്ട്, എന്താണെന്നുള്ളതാണ് ഡൗട്ട്. പൊളിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ലക്ഷ്മികാന്ത് വായിക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അതിൽ കുറേ എക്സ്ട്രാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ പാർലമെന്റ്, ജുഡീഷ്യറി, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഈ ഏരിയാസ് ആണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. പക്ഷേ ഇപ്പം വരുന്ന മൊത്തത്തിൽ ക്വസ്റ്റ്യൻസ് റാൻഡംലി ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ പോർഷൻസും നോക്കണം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ ഏതാണെന്ന് PYQ നോക്കി ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം പൊളിറ്റി വായിക്കാൻ. സോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്. ആ ഒരു ഓർഡറിൽ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പിന്നെ വേണ്ട പോലെ PYQs നോക്കിയത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ ഈ CSAT വരുന്ന ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കും CSAT നല്ല ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ്സിൽ പോകാൻ എനിക്ക് നല്ല മടിയായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് ഒന്നും മനസ്സിലാവുന്നില്ല. സാറ് പെട്ടെന്ന് എഴുതിയിട്ട് പോവുക, അപ്പോഴത്തേക്ക് ചോദിക്കാന്ന് വെച്ചാൽ എല്ലാവരും മൂവ് ആണ്. ഇപ്പം ഞാനെങ്ങനെ ഇപ്പം കൈ ഇതാക്കി ചോദിക്കാം? നിങ്ങൾക്ക് പറയാം ദാറ്റ് ഓക്കെ, ചോദിക്കണമായിരുന്നു, നമ്മൾ പൈസ കൊടുത്ത് പഠിക്കണമല്ലേ. പക്ഷെ എന്നാലും എങ്ങനെയാ ചോദിക്കാം? അപ്പോൾ ഈ കമൻറ്റിൻ്റെ താഴെ വന്ന് റിപ്ലൈ ആക്ച്വലി ഞാൻ നോക്കിയപ്പോഴേ യൂട്യൂബ് വീഡിയോസ് നോക്കി പഠിക്കാനാണ് പറയുന്നത്. ദാറ്റ്സ് വൺ ഓപ്ഷൻ. ഡെഫിനറ്റ്ലി നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വേറെ മെത്തേഡ്സ് ഒക്കെ കാണും. പക്ഷെ ഈ ക്ലാസ് ഫോളോ ചെയ്ത് പോവുക ആൻഡ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കുക, ഡൗട്ട് വരുന്ന റെക്കോർഡിങ് കാണുക. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ക്ലാസ്സിൽ ആൻസർ പറയാന്നുള്ളതല്ല നമ്മുടെ എൻഡ് ഗോൾ. CSAT എക്സാമിൽ ചെയ്യാന്നുള്ളതാണ്. സോ CSAT എക്സാമിൽ എന്തൊക്കെയുണ്ട്? റീസണിങ്ങും ഇംഗ്ലീഷും മാത്സും കൂടിയാണ്. അപ്പം ഈ 3 പോർഷൻസ് വരുന്ന CSAT. സോ മാത്സ് മാത്രമല്ല. അപ്പം മാത്സ് പെട്ടെന്ന് ചെയ്യാൻ കിട്ടിയില്ല. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ ആൻസർ ചെയ്യുന്ന, ബാക്കിയുള്ള കുട്ടികൾ ആൻസർ ചെയ്യുന്ന എത്ര ഒരു ഇങ്ങനെ പറയാം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് അവർ ഗോൾ. നമുക്ക് 1 or 2 minutes എടുത്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും ഓക്കെയാണ്. കാരണം വി ഹാവ് ഇനഫ് ടൈം ആൻഡ് വി ഓൺലി ഹാവ് ടു ഡു അറൌണ്ട് 40-45 ക്വസ്റ്റ്യൻസ്, റൈറ്റ്? സോ ഡു നോട്ട് വറി അബൌട്ട് ദാറ്റ്. എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കോമ്പ്രഹൻഷനൊക്കെ ബെറ്റർ ആയി കഴിഞ്ഞാൽ സുഖമായിട്ട് CSAT ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആകെ 66, 67, 68 മാർക്സ് എന്തോല്ലേ വേണ്ടു. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഡു നോട്ട് വറി അബൌട്ട് ദ ക്ലാസ് ആൻഡ് ദ പീപ്പിൾ. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ വീഡിയോ, മെയിൻസിന്റെ സബ് ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്നുള്ളതാണ്. മെയിൻസിന്റെ സബ് ടോപ്പിക്സ് എനിക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റി, ഗവർണൻസ് വരുന്ന ഒരു ഇതുണ്ട്, എത്തിക്സിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ എക്കോണമി, ആ ഒരു ഏരിയ, 4 സംഭവങ്ങളാണ് വരുന്നത്. പക്ഷെ ഐ തിങ്ക് വാട്ട് ഓൾ ഓഫ് യു ഷുഡ് ഡു ഈസ് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക ഏതൊക്കെയാണ് ഈ വരുന്ന കാര്യങ്ങളെന്ന്, ഏതൊക്കെയാണ് കാര്യമായിട്ട് വരുന്ന ഏരിയാസും ടോപ്പിക്സും ഫ്രം PYQs. ഞാൻ എല്ലാത്തിനും PYQs പറയാൻ കാരണം ദാറ്റ് ഈസ് ദി പ്രോപ്പർ ഗൈഡ് ഫോർ യു ടു ഫോളോ. അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം എഴുതി എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ യുവർ എൻറ്റയർ UPSC പ്രിപ്പറേഷൻ. അതല്ലാതെ ഞാനോ ഇപ്പം വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടോ നിങ്ങൾക്ക് ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിരിക്കുന്ന എന്തൊരു കാര്യം സ്വന്തമായിട്ട് എഴുതി കണ്ടുപിടിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കും. വേറൊരാൾ പറഞ്ഞെന്ന കാര്യം ഒരു മൊമെന്റിൽ ഓർത്തിരിക്കുന്നല്ലാതെ പിന്നീട് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്വന്തം നോക്കുക. പക്ഷേ ഇഫ് യു വാണ്ട്, കുറച്ച് ആൾക്കാർ കൂടുതൽ ആൾക്കാർക്ക് വേണമെന്നാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി മേക്ക് എ വീഡിയോ
So, I'm Vinayak and this is UPSC Vault. Stay hydrated. Do not forget to like, share, and subscribe. But the most important thing is, എന്ത് ക്വസ്റ്റ്യൻസും എന്ത് ഡൗട്ട്സും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഐ എം ഹിയർ ഫോർ ദ വൈൽ. ഞാൻ വീഡിയോസ് ഇപ്പം കുറച്ച് മേ ബി 2 or 3 വീഡിയോസ് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഡു നോട്ട് വറി അബൌട്ട് ദാറ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി അറ്റൻഡ് യുവർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഷോ ഇറ്റ് ടു പീപ്പിൾ ആൻഡ് ആൻസർ ചെയ്യും. സോ ask your questions. Take care, take rest, all that. Bye bye. See you.